പൈത്തൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫയലിൽ പോവുക. ഫയലിൽ പോയിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ട് പുതിയ പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ലൊക്കേഷൻ നമ്മൾ കാണിക്കും. ആ സമയത്ത് നമുക്ക് പൈത്തൺ പ്രൊജക്റ്റ് 3 എന്നുള്ള ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നുണ്ടാവും. സോ ഇവിടെ ലൊക്കേഷൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാമ്പിൾ എന്നുള്ള സംഭവം കൊടുത്തതുപോലെ വേറെ ഏതെങ്കിലും ഒരു പേര് നമ്മൾ കൊടുത്ത് വേണമെങ്കിൽ കൊടുക്കാം. സെയിം ഒരു ഫോൾഡറാണ് ശരിക്കും. സാമ്പിൾ എന്നുള്ള സാധനം ഒരു ഫോൾഡറാണ്. ആ ലൊക്കേഷൻ ആ ഫോൾഡറിനകത്താണ്, അതായത് പൈത്തൺ പ്രൊജക്റ്റുകളിൽ ഒരു ഫോൾഡറിലാണ് സാമ്പിൾ എന്നുള്ള ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ അകത്താണ് നമുക്ക് main.py എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ നമുക്ക് ബേസിക്കലി ഉണ്ടാവുക. സോ ഇവിടെ ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ബട്ടൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും. സോ ഈ സ്ക്രീനിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ സാമ്പിൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ പൈത്തൺ പ്രൊജക്റ്റ് 2 എന്നുള്ള ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പൈത്തൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫോൾഡറിൽ നിന്നിൽ നമ്മൾ സാമ്പിൾ എന്നുള്ള ഫോൾഡർ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ അതിൻ്റെ അകത്താണ് നമ്മൾ main.py എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ഫയൽ കിടക്കുന്നുണ്ടാവും. ആ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഓൾറെഡി ഉണ്ടാവും. നമ്മളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ടൊരു പ്രിന്റ് ഹലോ വേൾഡ് എന്നുള്ള രീതി ഞാൻ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് സേവ് ചെയ്യാം. സേവ് ആസ് main.py എന്ന രീതിയിൽ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേര് നമുക്കിവിടെ ന്യൂ നെയിം, പുതിയ നെയിമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് main.py എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ ഓക്കെ അതിനുശേഷം ഇവിടെ നമുക്ക് റൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് ദ എക്സിറ്റ് കോഡിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ ഹലോ വേൾഡ് എന്നുള്ള സാധനം പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെയാണ് നമുക്ക് നമ്മുടെ ആ പാത്ത് മൊത്തം കാണിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പൈത്തൺ വർക്ക് ചെയ്തതിൻ്റെ പാത്തും, ദറ്റ് മീൻസ് പൈത്തൻ്റെ .exe പറഞ്ഞ പൈത്തൺ എക്സിക്യൂഷൻ ഫയലും അതിനുശേഷം നമ്മുടെ ഫയൽ, ദറ്റ് മീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ എവിടെ കിടക്കുന്നുള്ള കേസ് പൈത്തൺ പ്രൊജക്റ്റ് 2 എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഉണ്ടാവുന്ന main.py എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഫയലാണ് നമുക്കുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ഒരു ഫയൽ നെയിം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. main.py മാത്രം വേണ്ട, വേറെ ഫയൽ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പുതിയ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് വേറൊരു വർക്ക് നമ്മൾ ചെയ്യണം, വേറൊരു കോഡിങ് നമുക്ക് ഇതിനകത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പൈത്തൺ ഫയൽ എന്ന ഓപ്ഷൻ എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേരിയബിൾ എന്ന രീതിയിൽ നമ്മൾ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എൻ്റർ അടിച്ചതിന് ശേഷം variable.py എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിൾ x = Pythonese എന്ന രീതിയിൽ കൊടുത്തു. ദാറ്റ് മീൻ അതിനുശേഷം y = awesome എന്ന രീതിയിലും കൊടുത്തു. അതിനുശേഷം z = x + y എന്ന് കൊടുത്തു. ജസ്റ്റ് നമ്മൾ പ്രിന്റ് z. ഓക്കെ, എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ സേവ് ആൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സേവ് ആവും. പിന്നെ വീണ്ടും നമുക്ക് സേവ് ആസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. റൺ കൊടുക്കുക. മെയിൻ ഓർ വേരിയബിൾ ആണ് കാണിക്കുക. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് ഇപ്പോൾ രണ്ടാമത്തെ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, variable.py എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഫയലിനകത്ത് നമുക്ക് നമ്മുടെ കോഡിങ് എന്താ വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, ഓപ്ഷൻ അവിടെ ഉണ്ട്. റണ്ണിൽ പോയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ റൺ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ രണ്ട് ഓപ്ഷൻ, നമ്മുടെ മെയിൻ എന്നുള്ള ഒരു ഫയലും ഉണ്ട്, വേരിയബിൾ പറഞ്ഞ ഫയലും ഉണ്ട്. അതിൽ നമുക്ക് വേരിയബിൾ എന്നുള്ള ഫയലാണ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേരിയബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വേരിയബിളിൻ്റെ അകത്ത് എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് എടുത്ത് ഈസി ആയിട്ട് കാണിച്ചു തരും. ഓക്കെ, ഇനി അങ്ങനെയല്ല നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് പഴയ ഫയലാണ് നമ്മൾ റൺ ചെയ്യണമെങ്കിൽ, ദാറ്റ് മീൻസ് മെയിൻ ആണ് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര ഫയലുകളാണോ ഇതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഫയലിൽ പോയിട്ട് ന്യൂ എന്നുള്ള സംഭവം കൊടുക്കുമ്പോൾ ന്യൂ ഫയലായിട്ട് നമ്മൾ പൈത്തൺ ഫയൽ കൊടുക്കുന്നു. പൈത്തൺ ഫയലിൽ സംതിങ് ഒരു എനിത്തിങ് ഒരു പേര് നമ്മൾ കൊടുക്കണം ആദ്യം. ഇപ്പോൾ യൂസർ ഇൻപുട്ട് എന്ന രീതിയിൽ നമ്മൾ കൊടുത്തു. പൈത്തൺ ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഫയൽ നമുക്ക് അവിടെ ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണോ മാറ്റർ ആ മാറ്ററൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് enter your name.
ഓക്കെ, അതിലേക്ക് നമ്മൾ കൊടുത്തു. അതിനുശേഷം y ഈക്വൽ ടു hello പ്ലസ് x എന്ന് കൊടുത്തു, നോട്ട് x. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് y കൊടുത്താൽ പ്രിന്റ് y എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, നമ്മൾ കോഡിങ് നമ്മൾ ചെയ്തു. കോഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ യൂസർ ഇൻപുട്ട് എന്നുള്ള ഈ ഫയലാണ് റൺ ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മൾ റണ്ണിൽ പോവുക. റണ്ണിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഡീബഗ് മെയിൻ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതൊന്നല്ല, നമുക്ക് റൺ എന്നുള്ള താഴത്തുള്ള ഓപ്ഷൻ കാണിക്കണം. അപ്പോഴാണ് നമ്മൾ എന്തെല്ലാം ഫയൽസ് ഉണ്ടോ ആ ഫയൽസ് മൊത്തം എടുത്ത് കാണിച്ചു തരിക. സോ യൂസർ ഇൻപുട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ യുവർ നെയിം, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെയിം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സന്ദീപ് എന്ന് ഓപ്ഷൻ കൊടുത്തു, സന്ദീപ്. ഇപ്പം എൻ്റർ അടിച്ചാൽ ഹലോ സന്ദീപ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇതാണ് നമുക്കൊരു പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് പൈച്ചാം എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് റൺ ചെയ്യേണ്ട, നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യേണ്ട മെത്തഡ്.